എൻ്റെ പേര് ഷൈമ. ഞാൻ വയനാട് അമ്പലവയലിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 5 വർഷമായി സൗദിയിൽ. ഞാൻ ഈ സമയങ്ങളിൽ ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത് 27 ജനുവരി 2023 ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന എനിക്ക് യൂട്യൂബ് വഴിയും അച്ഛൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയൊക്കെ ഞാൻ ഈ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിബന്ധനകളൊന്നും പാലിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ പ്രാർത്ഥനകളൊക്കെ അറിയായിരുന്നു. ഞാൻ 2023 ജനുവരി 27 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ 2 പ്രാവശ്യം OET എക്സാം എഴുതി. ഈ 2 പ്രാവശ്യം OET എക്സാം എഴുതിയപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം 2 വിഷയത്തിന് പോയി. രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് റീഡിങ് കിട്ടിയില്ല. എനിക്ക് എളുപ്പമായ സബ്ജക്റ്റ് എനിക്ക് കിട്ടാതായപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി. ആ സമയത്താണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനിവിടെ വന്നത്. ആ സമയത്ത് തന്നെ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ കൊടുക്കുകയും ചെയ്തു. എക്സാമിന് പുതിയൊരു ഡേറ്റ്, എക്സാം എഴുതാൻ വേണ്ടി പുതിയൊരു ഡേറ്റ് എടുക്കുകയും ചെയ്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആദ്യത്തെ എൻ്റെ നിയോഗം വെച്ചത് എൻ്റെ റീഡിങ് എനിക്ക് ന്യൂസിലാൻഡിലോട്ട് പോകാനുള്ള സ്കോറ് കിട്ടി. എനിക്ക് റീഡിങ് പാസ്സാവണം എന്നുള്ളതായിരുന്നു. അതുപോലെ ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സിംഗ് തുടങ്ങിയപ്പം എനിക്ക് ഒരുപാട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ കുറേ ഇഷ്യൂസ് വന്നു. എൻ്റെ പേപ്പർ വർക്കുകളൊന്നും നടക്കാതെയായി. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് ഉടമ്പടി എൻ്റെ നിയോഗങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പപ്പ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ വിളിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. പുറത്തിറങ്ങി ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ആ പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പപ്പ എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ തിരിച്ച് സൗദിയിലോട്ട് പോയി. ഞാൻ ജനുവരിയിൽ ഇവിടെ വന്നു, ഫെബ്രുവരി തിരിച്ച് സൗദിയിലോട്ട് പോയി. മാർച്ചിൽ ഞാൻ എക്സാം എഴുതി. മാർച്ചിലായിരുന്നു ഞാൻ ഡേറ്റ് എടുത്തത്. എക്സാം എഴുതിയ സമയത്ത് ഞാൻ പഠിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. എനിക്ക് നല്ല ഈസി ആവുന്നു ഒക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്കിതിന് മുമ്പ് നല്ല ഈസി ആവുന്ന സബ്ജക്റ്റൊക്കെ എൻ്റെ മാർക്ക് വരുമ്പോൾ ഞാൻ ഫെയിലാവുകയാണ്. അപ്പം ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പം 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ സൗദിയിലായതുകൊണ്ട് അവർക്ക് പ്രെയർ ഹാളുണ്ട്, മുസ്ലിംസിന് പ്രെയർ ഹാളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ മുട്ടുകുത്തി നിന്ന് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. കാശുരൂപ എൻ്റെ കഴുത്തിൽ ഇട്ടു. അതിനുശേഷം ഞാൻ എഴുതാൻ പോകുന്ന എൻ്റെ പേനകളിലൊക്കെ ഉടമ്പടി തൈലം എടുത്ത് കുരിശു വരച്ചു. ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ പൗച്ചിൽ ഞാനിട്ടു. എന്നിട്ട് ഞാൻ എക്സാമിന് കയറി. എൻ്റെ റീഡിങ് എക്സാമിന് എനിക്ക് ഫസ്റ്റ് A പാർട്ടും B-C ആണ്. A പാർട്ടിൽ 20 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. എനിക്ക് ഒരിക്കലും ആ 20 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. 15-14 ആകുമ്പോഴത്തേനും എൻ്റെ ആ 20 മിനിറ്റ് കംപ്ലീറ്റ് ആവും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് 20 മിനിറ്റ് കൊണ്ട് 20 ക്വസ്റ്റ്യൻസും എനിക്ക് ഇന്ന് കംപ്ലീറ്റ് ആവണം. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ട്യൂട്ടർ കയറി വന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി ഉപ്പ്, എൻ്റെ പൗച്ചിലുള്ള ഉപ്പ് ഞാൻ ഇരിക്കുന്ന ടേബിളിൽ ഞാൻ അങ്ങോട്ട് ഇട്ടു. ആരും ചവിട്ടാത്ത രീതിയിലിട്ടു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ട്യൂട്ടർ കയറി വന്ന ട്യൂട്ടർ ഞാൻ മനസ്സിലിങ്ങനെ വെച്ചു, മാതാവ് ഈ ട്യൂട്ടറിൻ്റെ രൂപത്തിൽ വരണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ 13 ക്വസ്റ്റ്യൻ ആയപ്പോൾ എൻ്റെ 20 മിനിറ്റ് തീർന്നു. അപ്പോൾ ആ ട്യൂട്ടർ എന്നോട് പറഞ്ഞു, ഹാളിലിരിക്കുന്ന എല്ലാവരോടും പറഞ്ഞു, 10 മിനിറ്റും കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് തരാം, നിങ്ങൾ കംപ്ലീറ്റ് ആക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഇപ്പോഴും തോന്നുന്നു, മാതാവ് എൻ്റെ ആ 20 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മാത്രം മാതാവ് വന്നതാണ് ആ ട്യൂട്ടറിൻ്റെ രൂപത്തിൽ. അങ്ങനെ ഞാൻ എക്സാം റിസൾട്ട് എനിക്ക് ആ A പാർട്ട് ഞാൻ നല്ല ഈസിയായി കംപ്ലീറ്റ് ആക്കി. B-യും C-യും എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ എക്സാം റിസൾട്ട് വന്ന സമയത്ത് ഞാൻ നല്ല പേടിച്ചായിരുന്നു ഇരുന്നത്. കാരണം ഞാൻ ഓൾറെഡി ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന് കൊടുത്തു. ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ്
റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഒട്ടും ഓപ്പൺ ആകാൻ പറ്റില്ല. എല്ലാവരുടെ റിസൾട്ട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ റിസൾട്ട് വന്നു, അവരൊക്കെ കുറേ പേര് പാസ്സായി, കുറേ പേര് ഫെയിലായി. പക്ഷേ എൻ്റെ റിസൾട്ട് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്ന എൻ്റെ റീഡിങ് എക്സാമിന് ഞാൻ പാസ്സായി എന്നുള്ളതാണ്. മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് എനിക്ക്. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ ഞാൻ ജൂണിൽ റിസൈൻ ചെയ്തു നാട്ടിൽ വന്നു. ഇതുവരെയുള്ള എല്ലാ പേപ്പർ വർക്കുകളും മാതാവ് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ തിരുക്കുമാരനും എനിക്ക് നടത്തി തന്നു. അങ്ങനെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എനിക്ക് ജനുവരി 15 എൻ്റെ വിസയും ശരിയായി. എൻ്റെ ടിക്കറ്റ് ജനുവരി 15 എനിക്ക് ന്യൂസിലാൻഡിനോട്ട് പോകാനുള്ള ടിക്കറ്റും എനിക്ക് മാതാവും തിരുക്കുമാരനും എനിക്ക് എൻ്റെ കൈകളിൽ എത്തിച്ചു തന്നു. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ അയൽ വീട്ടുകളിലൊക്കെ കൊണ്ടുകൊടുക്കും. വിശ്വാസമുള്ളവർക്ക് മാത്രം ഞാൻ കൊണ്ടു കൊടുക്കും. അതുപോലെ പള്ളികളിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഈ യൂട്യൂബിലെ വീഡിയോസ്, അതിലെ സാക്ഷ്യത്തിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തും അതുപോലെ എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ അവരോട് പങ്കുവയ്ക്കും. ഉടമ്പടി എടുക്കാൻ പറയുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചിന് മേത്ത് മുഴുവനും ഈ ചൊറിയായിട്ട്, അതുപോലെ അവൾ പറഞ്ഞു എനിക്ക് ഉടമ്പടി ഉപ്പൊന്ന് കൊണ്ട് തരുമോയെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് സൗദിയിൽ കുറച്ച് ഉള്ളിലോട്ടായിരുന്നു. അവൾക്ക് ഞാനത് എത്തിച്ചു കൊടുത്തു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉടമ്പടി ഉപ്പ് ഞാൻ അവൾക്ക് എത്തിച്ചു കൊടുത്തു. അവൾ കൊച്ചിന് ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ അത് കൊടുത്ത് ഇപ്പോൾ കൊച്ചിന് ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ കണ്ടു, ഒരു കുഴപ്പമില്ല, ആ പാടുകളൊക്കെ മാറി. ഇതൊക്കെ ദൈവം തന്ന എനിക്ക് വലിയ അനുഗ്രഹങ്ങളാണ്. പിന്നെ ഞാൻ സൗദിയിലായതുകൊണ്ട് അവിടെ പ്രാർത്ഥനയൊന്നുമില്ല. ഞാൻ സ്വന്തം എൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ കുറേ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഞാനൊരു വിശുദ്ധ കുർബാന കണ്ടിട്ട് മാത്രമേ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുകയുള്ളൂ. 8 മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 മണി തൊട്ട് 4 മണിയാവും. ഇതിനു മുമ്പ് ഞാൻ എഴുന്നേറ്റ് ഞാനൊരു വിശുദ്ധ കുർബാന കാണും. പിന്നെ അരമണിക്കൂർ ഞാൻ ബൈബിള് വായിക്കും. വിശ്വാസം എനിക്ക് കൂടുതൽ വർദ്ധിച്ചു വന്നു ഉടമ്പടി എടുത്തതും കൂടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഏറെ പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ വാക്കുകളൊക്കെയും ഉടമ്പടി നിബന്ധനകളെല്ലാം വ്യക്തമായിട്ട് സാഹചര്യം അനുസരിച്ച് പാലിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവസാനം പറഞ്ഞു നിർത്തുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം വിശ്വസ്തനായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും ദൈവം വിശ്വസ്തനായി നിലനിൽക്കും. തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ തൻ്റെ ജീവിതത്തെ മുഴുവനായിട്ട് ഉടമ്പടി എന്ന വലിയൊരു ആശീർവാദം, വലിയൊരു പ്രാർത്ഥനയിലൂടെ ക്രമീകരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം അതിലിടപെടും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളുടെ എല്ലാം പശ്ചാത്തലം. ഏറെ പ്രത്യേകിച്ച് മകൾ തുടങ്ങുമ്പോൾ പറയുന്ന ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ കൃപയാലാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഏറെ പ്രത്യേകിച്ച് അവസാനം സമയത്തിനെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്തെ സാക്ഷ്യം പറയുമ്പോഴും എക്സാമെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന സാഹചര്യത്തിലും ആ പരീക്ഷ ജയിക്കുന്നു എന്നുള്ളപ്പോൾ ആ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ കഴിവിനാലല്ല, നിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ശക്തി ഇതിനകത്തുണ്ട് എന്ന് ഉള്ളൊരു ബോധ്യപ്പെടുത്തലിന് അതൊരു കാരണമായെന്നുള്ളതാണ്. പിന്നീട് സമയം കൂടുതൽ ലഭിച്ചപ്പോഴും അതൊക്കെ മാതാവിൻ്റെ ഒരു ഇടപെടലാണ് എന്ന് ഈ വ്യക്തിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനൊരു ദൈവാനുഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ വ്യക്തിപരമായ ജീവിതത്തിലും തന്നിലൂടെയും മറ്റുള്ളവരിലേക്ക് നേർച്ച വസ്തുക്കളിലൂടെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് എന്നും സോളിഡായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ട്. ഇപ്പം ഇത്രയും വിശ്വാസത്തോടെ എവിടെ ആയിരുന്നാലും ഇപ്പം ടൈം ടേബിൾ പറഞ്ഞതനുസരിച്ച് രാവിലെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി വിശുദ്ധ ബലി ഇപ്പോൾ അവിടെ പോയി കാണാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഓൺലൈനിലാണെങ്കിലും കണ്ടപ്പം ജീവിതം മുഴുവൻ ഇങ്ങനെ ദൈവത്തെ കേന്ദ്രീകരിച്ച് ക്രമീകരിക്കുമ്പോൾ മത്തായിയുടെ 6:33 പറയുന്നത് പോലെ ആദ്യം നമ്മളവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ച് തുടങ്ങുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ചേർക്കപ്പെടും എന്ന് പറയുന്നത് പോലെ വലിയ സാന്നിധ്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവം അടയാളങ്ങളിലൂടെ സംസാരിക്കുക തന്നെ ചെയ്യും. ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ കൃപയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.